ആർ.എസ്.എസ് കൂടിക്കാഴ്ച രാഷ്ട്രീയ വിഷയമാണെന്ന് ആവർത്തിച്ച് സി.പി.ഐയും ആർ.ജെ.ഡിയും കടുത്ത സമ്മർദ്ദമുയർത്തിയിട്ടും വിശ്വസ്തനായ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയിൽ വലിയ തോതിലുള്ള ഭിന്നതകൾക്ക് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എ.ഡി.ജി.പിക്കെതിരെ ദിവസങ്ങളോളം കടുത്ത നിലപാട് സ്വീകരിച്ച സി.പി.ഐക്ക് പൊതുസമൂഹത്തിൽ മുഖം നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സി.പി.ഐ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നതും നിർണായകമാകും. ആർ.എസ്.എസ് നേതാക്കളുമായി എ.ഡി.ജി.പി കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ വിഷയമാണെന്ന സി.പി.ഐയുടെയും ആർ.ജെ.ഡിയുടെയും വാദം മുഖ്യമന്ത്രി പരിപൂർണമായി തള്ളി. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചുവെന്നതിന്റെ പേരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആരെയും മാറ്റുമെന്ന് ആരും ധരിക്കേണ്ടതില്ലെന്ന ഉറച്ച മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. രാഷ്ട്രീയ വിഷയം പോലീസ് എങ്ങനെയാണ് അന്വേഷിക്കുന്നതെന്ന ചോദ്യവും മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തില്ല. വിഷയം ഡി.ജി.പിയുടെ അന്വേഷണ പരിധിയിലാണെന്നും അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ നടപടി എടുക്കൂ എന്ന വാക്കുകളാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. ആർ.എസ്.എസ് നേതാക്കളെ ഊഴമിട്ട് കണ്ട എ.ഡി.ജി.പിയെ മാറ്റണമെന്ന് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരുന്നു. കൂടിക്കാഴ്ച രാഷ്ട്രീയ വിഷയമാണെന്നും അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാതെ എ.ഡി.ജി.പിയെ മാറ്റുകയാണ് വേണ്ടതെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ പിന്തുണച്ച് ആർ.ജെ.ഡി നേതാവ് വർഗീസ് ജോർജും രംഗത്തെത്തി. ഇതോടെ എ.ഡി.ജി.പി വിഷയത്തിൽ മുഖ്യമന്ത്രി കടുംപിടുത്തം ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഘടകകക്ഷികൾക്കുണ്ടായിരുന്നത്. എന്നാൽ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം വിശ്വസ്തനെ സംരക്ഷിക്കുന്ന മുൻ നിലപാടിൽ നിന്ന് അണുവിട മാറാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ 18 ദിവസം പിന്നിട്ട അന്വേഷണം പൂർത്തിയാക്കാൻ ഡി.ജി.പിക്കിനി 13 ദിവസം കൂടി സമയമുണ്ട്. അതുവരെ അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണ കവചം ഒരുക്കുന്നത് മുന്നണിക്കാകെ ക്ഷീണം ചെയ്യുമെന്ന സി.പി.ഐയുടെ നിലപാടും പരിഗണിക്കപ്പെട്ടതേയില്ല. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം 5 മാസമായി നീളുന്നത് സംബന്ധിച്ചും വളരെ ലാഘവത്തോടെയുള്ള ഉത്തരമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സി.പി.ഐ നിരന്തരം ആവശ്യമുന്നയിക്കുന്ന വിഷയമാണിത്. അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നുവെന്നും കൂടുതൽ സമയം ആവശ്യപ്പെട്ട് തനിക്ക് കഴിഞ്ഞ ദിവസം കടലാസ് കിട്ടിയിരുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 24-നുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്.